പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന പടം കണ്ടു. നമ്മുടെ ഷറഫുദ്ദീനും അനുപമയൊക്കെ പ്രധാന വേഷത്തിൻ്റെ പടമാണ്. ഒരു ഒരു ഓക്കെ വാച്ചായിരുന്നു. വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാൽ കുഴപ്പമില്ല, അങ്ങനെ കണ്ടിരിക്കാം. പക്ഷേ ഭയങ്കര ഫ്ലാറ്റാണ് പടം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെയാണ് അത് വർക്കാവുന്നുള്ളൂ. ഒരു ഒരു കുറേ സാധനത്തിന് മിമിക്കിങ്ങും അല്ലെങ്കിൽ കുറേ സിനിമകളിലൊക്കെ റെഫറൻസ് എടുത്തൊക്കെ ചെയ്യാനാണ് സിനിമയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. സിനിമയ്ക്ക് ഇന്ന കഥ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ കഥയൊന്നുമില്ല. എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആഡ് ലെവൽ സംഭവമാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. കുറേ ലിനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടി ലിനിയർ ആയിട്ടുള്ള കുറേ സ്റ്റോറി ലൈൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് അവസാനത്തിലേക്ക് പോകുന്ന എന്നൊരു സെറ്റപ്പാണ് ഇവർ പിടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അവസാനത്തെ ഒരു 10 മിനിറ്റ് ഉണ്ട് ഒരു ക്ലൈമാക്സ്. വലിയ സംഭവം എന്നല്ല, ഒരു വണ്ടറിലേക്ക് കയറിയിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. ഫുൾ കോമാളിത്തരമാണ് പരിപാടി. പക്ഷേ അത് മാത്രമാണ് പടത്തിൽ കുറച്ചെങ്കിലും ഒരു രസമുള്ള, കുറച്ചെങ്കിലും ഒന്ന് ചിരിക്കാനുള്ള സത്യം എന്ന് പറയും. പക്ഷേ അതും കുറച്ചേ ഉള്ളൂ. അത് കുറേ കൂടി ലെങ്തായിട്ട് അവർക്ക് കാണിക്കായിരുന്നു. കുറേ ഈ വണ്ടർലയിലുള്ള കുറേ, ഞാൻ സ്ഥിരം പോലുള്ള സ്ഥലമാണ് വണ്ടർല. അതുകൊണ്ട് ഇപ്പോഴും ചെറുപ്പത്തിലൊന്നുമല്ല, അത് കുറേ അതിന് പിന്നെ പറയാം. കാരണം അതിപ്പോഴും കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലമാണെന്ന് പറഞ്ഞ് കുറേ പേര് ഇരിക്കുന്നുണ്ട്. അത് കുട്ടികൾക്കുള്ളതല്ല, ഇറ്റ്സ് അഡൾട്ട്സ് പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. വലിയവർക്ക് കളിക്കാനുള്ള സാധനമാണ്, കുട്ടികൾക്ക് പറ്റില്ല അവിടെ. ഈ എത്ര വയസ്സിന് താഴെ എത്ര ഹൈറ്റൊക്കെ മിനിമം വേണം. സോറി, അതെന്തോ അവിടെ നമ്മൾ സ്ഥിരം കാണുന്ന കുറേ ആ റൈഡും കാര്യങ്ങളും അതിലെന്തെങ്കിലുമൊക്കെ കുറേ കോമഡിയൊക്കെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് രസമുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയൊക്കെ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോമഡിക്ക് വേണ്ടി ചെയ്യുന്ന കുറേ സാധനങ്ങളാണ്. പക്ഷേ എല്ലാം ഒന്നും പ്രോപ്പറായിട്ടൊന്നും വർക്കായിട്ടൊന്നുമില്ല. എനിക്ക് കണ്ടിട്ട് ഒരു തിയേറ്റർ കുഴപ്പമില്ല. പടം അത്ര മോശം എന്നല്ല ഞാൻ പറയുന്നത്, പടം കുഴപ്പമില്ല. പക്ഷേ ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു OTT വാച്ചിൽ അല്ലെങ്കിൽ ഒരു OTT ഇറക്കേണ്ട ഒരു പടമൊക്കെ ആയിട്ട് തോന്നി. ഇപ്പോൾ കുറേ പടങ്ങൾ ഡയറക്റ്റായിട്ട് OTT റിലീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇറക്കാമായിരുന്നു. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ സിനിമ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് കഥയോ കാര്യങ്ങളൊന്നുമില്ല. കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ കാണിച്ച് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ കാണിക്കൽ പരിപാടിയാണ്. പക്ഷേ ഇഷ്ടപ്പെട്ടൊരു സംഭവം ഈ സിനിമയുടെ റൺ ടൈമാണ്. 2 മണിക്കൂറിന് താഴെയുള്ളൂ, 1.25 മണിക്കൂർ അങ്ങനെ നിൽക്കുള്ളൂ. നമ്മളൊരു ഇംഗ്ലീഷ് പടം കാണുന്ന ഒരു റൺ ടൈം മാത്രമേ വരുന്നുള്ളൂ. ഒരു 2.5 മണിക്കൂറൊക്കെ വെച്ച് വലിപ്പിക്കാത്തവർക്ക് കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ അതിനുള്ളതും ഇല്ല സിനിമയിൽ. കുറേ കൂടി വെട്ടിച്ചുരുക്കായിരുന്നു കുറേ സാധനങ്ങൾ. സോ ഒരു ഓക്കെ മോഡലുള്ള ഒരു ആവറേജ് വാച്ചാണ് എനിക്ക് പെറ്റ് ഡിറ്റക്റ്റീവ്. കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം.